ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, നിങ്ങൾക്ക് ഈ കിളി പാറുന്ന സിനിമകളുണ്ടല്ലോ, അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്തായാലും എനിക്ക് അങ്ങനെയുള്ള കഥകൾ പറഞ്ഞുതരാൻ എന്തെന്നറിയില്ല ഒരു പ്രത്യേക ഇഷ്ടമാണ്. എന്നാൽ ഇതിൽ വെറും സയൻസ് മാത്രമല്ല, അതിന്റെ കൂടെ ചേട്ടൻ, അനിയൻ, അമ്മ, മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധം ഇതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനു പുറമെ കിളി പാറിക്കുന്ന ചില കഥാസന്ദർഭങ്ങളും. അതായത് കഥയുടെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, അപ്പൊ അതെന്താ അവിടെ, അതെന്താ ഇവിടെ എന്നിങ്ങനെ ചിന്തിക്കും. അതായത് പരസ്പരം ബന്ധമില്ലാതെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഭയങ്കര രസമാണ്. ഒറ്റയടിക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് കിളി പാറിയതുപോലെ തോന്നെങ്കിലും കുഴപ്പമില്ല, ഒരു 5-6 പാറിയാലും നമുക്കൊരു 2-3 തിരിച്ചു പിടിക്കാം. ഞാൻ പറഞ്ഞു തരാന്നേ. കഥ വളരെ നിസാരാണ്. 2 പയ്യന്മാരുണ്ട്, ഒലിവർ അതുപോലെ തന്നെ തിയോ. രണ്ടുപേരുടെയും അമ്മയെ കാണാതായിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഈ ടൈം ട്രാവൽ അതുപോലെ തന്നെ ടൈം പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം റിസർച്ച് നടത്തുന്ന ഒരാളായിരുന്നു. അമ്മയെക്കുറിച്ച് ഇവർക്ക് യാതൊന്നും അറിയില്ല. എന്നാൽ അമ്മ ബാക്കി വെച്ച് പോയ അമ്മയുടെ ഒരുപാട് എഴുത്തുകൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. യാദൃശികമായിട്ട് പിള്ളേരുടെ കയ്യിൽ ഇത് കിട്ടുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇവരുടെ ലൈഫ് തന്നെ മാറാൻ വേണ്ടി പോവാണ്. സോ എന്തായിരിക്കും അത്? നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ആ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭം, അതായത് കഥ നടക്കുന്നത് 1989 ഇപ്പൊ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. അവന്റെ പേരാണ് തിയോ. കൂട്ടുകാരുമായിട്ട് തിയോ ഭയങ്കരമായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ തിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മറഡോണ ഫാനാണ്. അത് ആ നാട്ടിലെ ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം ഇവൻ കളിക്കുമ്പോൾ തന്നെ പറയാറ്, ഇതാ മറഡോണ ഫാൻ വരുന്നുണ്ട്, മറഡോണയുടെ ഫാൻ ഇതാ ഗോൾ അടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടാണ് അവൻ ഫുട്ബോൾ കളിക്കുക. മാത്രമല്ല ഭയങ്കരമായിട്ട് നല്ല സ്കില്ലുമാണ് ഫുട്ബോൾ പ്ലേ ചെയ്യുന്നതിൽ അവന്. പിന്നീട് വേഗം തന്നെ സമയമായപ്പോൾ ആ ഒരു ഗ്രൗണ്ട് വിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ തന്നെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യന് അവന്റെ വീഡിയോ ഗെയിം കൊടുത്തിട്ട് അവനെ കൊണ്ടാണ് അവന്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ തിയോ ചെയ്തെടുക്കുന്നത്. ആള് ഭയങ്കര ആക്റ്റീവ് ആണെങ്കിലും ഇതുപോലെ പഠിത്തത്തിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടേക്കാണ്. എന്തായാലും ഇതിനുശേഷം ബുക്കും ബാഗും എടുത്ത് നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. നേരെ മുന്നിലൂടെ കയറാതെ ആ അപ്പാർട്ട്മെന്റിന്റെ പിന്നിലൊരു പൈപ്പ് ഉണ്ട്, അത് വഴി പിടിച്ച് എങ്ങനെയൊക്കെയോ അവന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് കയറുന്നുണ്ട്. അതുപോലെ ഈ തിയോയ്ക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് ഒലിവർ എന്നാണ്. എന്നാൽ എങ്ങനെയാണോ ഈ തിയോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒലിവർ. ഒലിവർ അത്ര ആക്റ്റീവ് ഒന്നുമല്ല, പുറത്തു പോയിട്ട് അങ്ങനെ എപ്പോഴും കളിക്കാറൊന്നുമില്ല. ഇവരുടെ വീട്ടിൽ ആകെയുള്ളത് ഒരു മുത്തശ്ശി മാത്രമാണ്. അതുകൊണ്ട് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാവം നമ്മുടെ ഒലിവർ തന്നെയാണ്. അതായത് ആ ഒരു വീട്ടിന്റെ ചുമതല ഇപ്പൊ അവന്റെ കയ്യിലാന്ന് പറയാം. മാത്രമല്ല ഈ ഒലിവറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഈ വീട്ടിലുണ്ട്. അതൊരു ആമയാണ് കേട്ടോ, ആമ. ഓക്കെ, ഈ സമയത്താണ് ഒലിവർ കുറെ നേരമായല്ലോ ഈ ചെക്കൻ, അതായത് തിയോ റൂമിൽ കയറി വാതിലടച്ചിട്ട്. അവരിനിപ്പോ അവിടെ ഇല്ലേ എന്ന് കരുതിയിട്ട് വാതിൽ തുറക്കുന്ന ആ സമയത്താണ് ജനലിലൂടെ നമ്മുടെ തിയോ ഉള്ളിലേക്ക് വന്ന് ചാടുന്നത്. ഒരു മിന്നായം പോലെ ആ ഒരു കാര്യം ഒലിവർ കണ്ടായിരുന്നു. അപ്പൊ ഒലിവറിന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ തിയോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ റൂം തുറന്നത്? അതൊന്നും ഇല്ലടാ, കുറെ നേരമായിട്ട് നിന്റെ ഒച്ചയും വിളിയൊന്നും കേൾക്കാത്തോണ്ട് ചുമ്മാ ഒന്ന് തുറന്ന് നോക്കിയെന്നുള്ളൂ. നീ എന്താക്കായിരുന്നു? ഞാനൊന്നും ആക്കുന്നില്ലായിരുന്നു, ഞാൻ ഇവിടുന്ന് ഹോംവർക്ക് ചെയ്യായിരുന്നു. ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പഠിക്കായിരുന്നല്ലേ, നല്ല കുട്ടി. എന്തായാലും ഇതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ഒലിവർ തിയോയെ വിളിക്കുകയാണ്. എന്നാൽ അവന്റെ കാലിൽ ആ ഒരു മുറി കണ്ടപ്പോ തന്നെ ഒലിവറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവൻ ജനലിലൂടെ ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന ആ ഒരു വരവാണ്. അങ്ങനെയാണ് മുറിവുണ്ടായത്. അപ്പൊ ആ ഒരു മുറിവിൽ വരെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നത് നമ്മുടെ ഒലിവറാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഒരു ദിവസം നമ്മുടെ ഈ ഒരു തിയോ ഒലിവറിനെ വന്നിട്ട് വിളിക്കുകയാണ്, നമുക്കൊരു സിനിമക്ക് പോയാലോ? ഇപ്പൊ ഒലിവർ ചോദിക്കുകയാണ്, സാധാരണ നീ സിനിമക്ക് പോകുന്ന സമയത്ത് എന്നെ വിളിക്കാറില്ലല്ലോ, ഇപ്പൊ എന്തെങ്കിലും വന്ന് വിളിച്ചേ? അപ്പോ നമ്മുടെ തിയോ പറയണത്, അത് പിന്നെ ചേട്ടാ, കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു, നിന്റെ കയ്യിൽ നമ്മുടെ മുത്തശ്ശി തന്ന പോക്കറ്റ് മണി വല്ലതുണ്ടെങ്കിൽ അതെടുത്തിട്ട് വാന്ന് പറയണം. എന്ന് ഒലിവർ പറയണം, അയ്യടെ മോനെ, ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാളാ, പിന്നെ എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ തിയോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അമ്മയുടെ കുറെ പുസ്തകം എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല എന്റെ കൂട്ടുകാര്, അയൽവാസികൾ ഇവരൊക്കെ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ അമ്മ ആരുടെയും കൂടെ ഓടിപ്പോയിന്നാ. അത് പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. ഇത് കേട്ട ഒലിവറിന് ദേഷ്യം വരികയാണ്. നീ എന്തിനാണ് അവര് പറയുന്നതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? നിനക്കറിയില്ലേ, നമ്മുടെ അമ്മ ഒരു സയന്റിസ്റ്റ് ആണ്. നമ്മുടെ അമ്മ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൂടെ എന്തോ ഒരു ടൈം പോർട്ടൽ അമ്മ കണ്ടുപിടിച്ചു. അതായത് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കല്ല, വേറൊരു സമയത്തിലേക്കാണ് നമ്മുടെ അമ്മ പോയിട്ടുള്ളത്. ഇതൊക്കെ അമ്മയുടെ പുസ്തകത്തിൽ അമ്മ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് പഠിച്ച് ഞാൻ വലുതാകുമ്പോൾ വലിയൊരു സയന്റിസ്റ്റ് ആവും. അതുപോലെ തന്നെ എന്റെ അമ്മയെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോ തിയ പറയണ, ചേട്ടാ ഇതൊക്കെ വെറും മണ്ടത്തരല്ലേ, ടൈം ട്രാവൽ ഇതൊന്നും പോസിബിൾ അല്ല എന്ന് പറയണം. അതൊക്കെ നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഒലിവറിനുണ്ട്. അതുപോലെ ഒലിവറിന് ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, എലീന. കൂട്ടുകാരി മാത്രമല്ല, അവളോടൊരു ഇഷ്ടമുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഒലിവർ ആ ഒരു കാര്യം അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം ബേസിക്കലി ആളൊരു ഇൻട്രോവേർട്ട് ആണ്. അതുപോലെ തന്നെ ഈ എലീനയ്ക്ക് ഒരു അച്ഛനുണ്ട്. അച്ഛനൊരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒലിവർ പോവാറുണ്ട്. അയാളാണെങ്കിൽ നല്ല സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ അനിയൻ ചക്കനായിട്ടുള്ള തിയോ, വേറെ കുറച്ച് പിള്ളേര്, ആ കൂട്ടത്തിൽ എലീന, ഇവരെല്ലാവരും കൂടെ സിനിമക്ക് പോവാണ്. അപ്പൊ അവിടെ തന്നെ ഒലിവറിനെ കണ്ട സമയത്ത് എലീന ചോദിക്കാണ്, ഒലിവറെ സിനിമക്ക് വരുന്നോ? നല്ല സിനിമയാണെന്നാ പറയുന്നത്. ഞാനും വരുന്നുണ്ട് എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും അനിയനായിട്ടുള്ള തിയോ പറയണേ, അവനെ ഒന്നും വിളിക്കണ്ട, അവൻ എപ്പോഴും ബിസിയാ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോവാണ്. എന്നാൽ ഞാനുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം വരെ പാവം നമ്മുടെ ഈ ഒലിവറിനില്ല. ബിക്കോസ് ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആണ്. ഒന്നും അങ്ങോട്ട് പറയാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല മച്ചാനെ. പക്ഷെ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. എലീനയുടെ കൂടെ ഒരു സിനിമക്ക് പോകാൻ കിട്ടിയ അവസരമായിരുന്നു, അത് നശിപ്പിച്ചത് തിയോ ആണ്. അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ
തീയ തന്നെ വേണം. എന്തായാലും സിനിമയെല്ലാം കഴിഞ്ഞ് അവൻ എന്തായാലും വരിക മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡോറിലൂടെ ആയിരിക്കില്ല, പിന്നിലൂടെ ജനൽ തുറന്നായിരിക്കും. അങ്ങനെ ഇത്തവണ രാത്രി സിനിമയെല്ലാം കഴിഞ്ഞ് തിയോ ജനലും തുറന്നിട്ട് അവന്റെ റൂമിലേക്ക് വന്ന് കയറി നോക്കുമ്പോൾ മുത്തശ്ശി അതാ വടിയും പിടിച്ച് അവിടെ നിൽക്കുന്നു. എന്തായാലും ഒലിവർ അവന്റെ പ്രതികാരം വീട്ടി. അതായത് എല്ലാം തികഞ്ഞ സന്യാസിയൊന്നുമല്ല നമ്മുടെ ഒലിവർ, അവന്റെ ഉള്ളിലും ഒരു ഇച്ചിരി ദേഷ്യവും വാശിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് മനസ്സിലാക്കിയ തിയോ അവൻ എനിക്ക് പണി തന്ന് തിരിച്ച് അവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അതുകൊണ്ട് ഈ ഒലിവർ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇവരുടെ അമ്മയുടെ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ കെയറോട് കൂടിയിട്ട് ഒലിവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കാറുണ്ട്. സോ അവൻ ഇല്ലാത്ത സമയത്ത് അവന്റെ റൂമിൽ കയറിയിട്ട് ഇത് മുഴുവൻ അലങ്കോലാക്കുകയാണ്. മാത്രമല്ല ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിമാനവും അതുപോലെ തന്നെ തോണിയും ഇതെല്ലാം ഉണ്ടാക്കി കളിക്കുകയാണ്, അതായത് പേപ്പർ കൊണ്ടേ. അങ്ങനെ ആ ഒരു പുസ്തകത്തിൽ നോക്കുന്ന സമയത്ത് ഇവരുടെ വീടിന്റെ ടെറസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ നിൽക്കുന്ന അവരുടെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ നമ്മുടെ ഒരു തീ എടുത്ത് അവന്റെ കീശയിൽ വെക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പുസ്തകത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് എടുത്ത് ഒരു കാര്യമില്ലാതെ വേറൊരു പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് തിരികെ വെക്കുകയാണ്. അതായത് ഒലിവറിനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ശല്യപ്പെടുത്തുക, ആ ഒരു ഉദ്ദേശം മാത്രമേ തിയോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഒലിവർ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ തിയോ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ വിചാരിച്ചതുപോലെ ഒലിവർ റൂമിലേക്ക് വന്നില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഒലിവറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഈ ഒരു വീട്ടിലുണ്ട്, അത് തന്നെ ആ ആമക്കുഞ്ഞ്. അപ്പൊ അതിനെ വിളിച്ച് കുഞ്ഞെ വിശക്കുന്നുണ്ടാ വാ ഫുഡ് തരാന്ന് പറഞ്ഞിട്ട് അതിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒലിവർ. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് തിയോ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരത്തെ അമ്മയുടെ ഒരു ഫോട്ടോ കിട്ടിയായിരുന്നല്ലോ ടെറസിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയുള്ള ആ ടെറസിന്റെ മുകളിലേക്ക് ഒരു പഴം എടുത്തുകൊണ്ട് നമ്മുടെ തിയോ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ആ പഴം തിന്ന് അതിന്റെ തൊലി നേരെ പിന്നിലേക്ക് എറിഞ്ഞു കളയുന്നുണ്ട്. എന്നാൽ എറിഞ്ഞ ആ ഒരു പഴത്തൊലി നേരെ താഴേക്കല്ല ചെന്ന് വീഴുന്നത്, പകരം അവിടെ ഒരു പോർട്ടൽ ഉണ്ടാവുകയാണ്. അതായത് ഒരു പ്രത്യേകതരം വഴി, അതിനുള്ളിലേക്കാണ് ഈ പഴത്തിന്റെ തൊലി ചെന്ന് വീഴുന്നത്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം തിയോ കേൾക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വേഗം എഴുന്നേറ്റ് താഴേക്ക് നോക്കുമ്പോൾ അവൻ നേരത്തെ എറിഞ്ഞ ആ പഴത്തൊലി ഉണ്ടല്ലോ അത് താഴെ കാണാനില്ല. ഇത് എവിടെ പോയി? ഞാൻ എറിഞ്ഞത് ഇനി എങ്ങാനും ആകാശത്തേക്ക് പോയോ? ഇത്ര പെട്ടെന്ന് ആരും എടുത്തു കളയാൻ സാധ്യതയില്ല. പിന്നെ എന്തോ ഒരു ശബ്ദവും കേട്ടു, എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നു, ഇതെടുത്ത് താഴേക്ക് ഇട്ട് നോക്കുമ്പോൾ അവൻ ആ ഒരു കാഴ്ച കാണുകയാണ്. ഒരു പ്രത്യേകതരം പോർട്ടൽ ഓപ്പൺ ആയിട്ട്, അതായത് ഒരു വെളിച്ചം, ആ വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങൾ പോയി വീഴുകയാണ്. എന്നാൽ വേഗം താഴേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ഇട്ട സാധനം ഒന്നും കാണാനുമില്ല. അവനാകെ ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ പോയിട്ട് ഒരു കല്ലെടുക്കുകയാണ്. ആ കല്ലും ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞ സമയത്ത് അതും കാണാതാവുകയാണ്. പെട്ടെന്ന് തന്നെ ഇതെന്താ കാര്യം എന്ന് തിയോയ്ക്ക് മനസ്സിലായി. ഇതൊരു ടൈം ട്രാവൽ പോർട്ടാണ്. ഈ കാര്യം പറയാനായിട്ട് ഒലിവറിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ആ സമയത്ത് ഈ ഒലിവർ ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അമ്മയുടെ റിസർച്ച് പേപ്പറും കാര്യങ്ങളും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തിയോ വിമാനം ഉണ്ടാക്കി കളിച്ചായിരുന്നല്ലോ, അത് കണ്ട് നല്ല ദേഷ്യത്തിലാണ് അവൻ നിൽക്കുന്നത്. ഒലിവർ ഇപ്പൊ തിയെ വഴക്ക് പറയാൻ, അതായത് അടി കൂടാൻ വരുന്ന സമയത്ത് തിയോ പറയുന്നുണ്ട്, ചേട്ടാ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, ഇമ്പോർട്ടന്റ് ആണ്, അങ്ങോട്ടേക്ക് വരണം, എന്നിട്ട് നമുക്ക് വഴക്ക് കൂടാന്നൊക്കെ പറയാണ്. അതായത് ഞാനൊരു ടൈം പോർട്ടൽ കണ്ടുപിടിച്ചു. എന്നാൽ ഒലിവർ ഈ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. കാരണം തിയ എപ്പോഴും ഓരോ നുണകളൊക്കെ പറഞ്ഞിട്ട് ഒലിവറിന് പണി കൊടുക്കാറുണ്ട്. അതുപോലെ എന്തോ ഒരു പണിയാണ് എന്നാണ് ഒലിവർ വിചാരിച്ചത്. അപ്പൊ നീ വെറുതെ നുണ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് അവൻ കയറി തല്ലുന്നുണ്ട്. ഇപ്പൊ മാത്രമല്ല തിരിച്ച് നമ്മുടെ തീയും മോശക്കാരനൊന്നുമല്ലല്ലോ, തിരിച്ചും തല്ലുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം വഴക്കും അടിയും പിടിയും. ഇത് കണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടെണ്ണത്തിനെയും പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ബണ്ണ് എടുത്തു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മുത്തശ്ശിയും ആ ഒരു ബണ്ണ് കഴിക്കുകയാണ്. എന്നാൽ ആ ഒരു ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയണത്, ഇന്നൊക്കെ ഉണ്ടാക്കുന്ന ബണ്ണ് ഇതൊക്കെ ആരാണോ ഉണ്ടാക്കുന്നത്, വായിൽ വെക്കാൻ കൊള്ളില്ല, അതൊക്കെ എന്റെ കെട്ടിയോന് മൂപ്പരുണ്ടാക്കുന്ന ആ ഒരു ബന്നുണ്ടല്ലോ വായിൽ വെച്ച അമൃതാണ് മക്കളെ, അമൃത്. മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു തവണയെങ്കിലും ആ ബണ്ണ് കഴിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. മുത്തശ്ശിയുടെ ഓരോ ആഗ്രഹങ്ങൾ പിള്ളേരോട് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വീണ്ടും വഴക്ക് തുടങ്ങുകയാണ്. അപ്പൊ ആ വഴക്കിനിടയിൽ ഒലിവർ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയാണ്. തിയോ നീ കാരണമാണ് നമ്മുടെ അമ്മ നഷ്ടമായത്, നീ വെറും ഒരു അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് തിയോയുടെ ആ ഒരു ദേഷ്യത്തിന് പരമാവധി ഇങ്ങനെ ഉച്ചയിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് തിയോ ഒലിവറിനായിട്ട് വീണ്ടും ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് ഒലിവറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ആമയുണ്ടല്ലോ അതിനെ എടുത്തു കൊണ്ടുപോയിട്ട് കളയാന്ന് തീരുമാനിക്കുകയാണ്. എവിടെയാണ് കളയാൻ തീരുമാനിച്ചത്? ആ ഒരു ടൈം പോർട്ടൽ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് തന്നെ. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ഒലിവർ ഇല്ലാത്ത സമയം നോക്കി തിയോ ആ ഒരു ആമ എടുത്തു പോയിട്ട് നേരെ ആ ടെറസിന്റെ മുകളിൽ നിന്നും ഈ ആമയെ താഴേക്ക് ഇടുന്നുണ്ട്. ഇത് നേരെ ചെന്ന് വീഴുന്നത് ആ ടൈം പോർട്ടലിന്റെ ഉള്ളിലേക്കാണ്. അത് അവിടുന്ന് കാണാതാവുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വന്ന് ഒലിവർ കുറെ നോക്കിയിട്ടും ആമയെ കാണാനില്ല. അവൻ ഒരുപാട് സങ്കടത്തിലാവുകയാണ്. അതുപോലെ അതിന്റെ ആ ഒരു ഫോട്ടോ എല്ലാം അച്ചടിച്ചിട്ട് ആമ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതിന്റെ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഇതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ടും അവന്റെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല, എപ്പോഴും ഒരു ദുഃഖം പോലെ. ചില സമയത്തൊക്കെ അവനിരുന്ന് കരയാറുണ്ട്. അത് കണ്ട് അവന്റെ മുത്തശ്ശി വന്നിട്ട് സമാധാനിപ്പിക്കും കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് തിയോയ്ക്ക് അവൻ ചെയ്ത ആ ഒരു തെറ്റ് അത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായത്. കാരണം ആ ആമ ഒലിവറിന് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ഇനി എന്ത് തന്നെ വന്നാലും ശരി അവന്റെ ആമയെ അവന് തിരിച്ചു കൊടുക്കണം. അത് മനസ്സിൽ തീരുമാനിച്ച് ആ രാത്രിയിൽ തന്നെ ഇവരാരും അറിയാതെ നമ്മുടെ തിയോ ഉണ്ടല്ലോ നേരെ ആമ എറിഞ്ഞ ആ ഒരു ടെറസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതായത് ആ ടൈം പോർട്ടലിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവൻ എറിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തിയോ ആ ഒരു ടൈം പോർട്ടൽ അതിന്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങുകയാണ്. അതിനുള്ളിലേക്ക് ചാടിയ സമയത്ത് എന്തോ വ്യത്യസ്തമായിട്ട് എന്തോ അവന് ഫീൽ ആവുന്നുണ്ട്. നേരെ ആ ഒരു പോർട്ടലും കടന്നുകൊണ്ട് അവൻ നേരെ താഴേക്ക് എത്തുകയാണ്. താഴേക്ക് എത്തി നോക്കുമ്പോൾ അവൻ ഇതുവരെ
കാര്യമായിട്ടും എറിഞ്ഞ ആ ഒരു പഴത്തൊലി, കല്ല്, സ്കേറ്റിംഗ് ബോർഡ് പോരാത്തതിന് അവസാനം കളഞ്ഞ ഒലിവറിന്റെ ആമ വരെ ഇപ്പൊ താഴെ കിടക്കുന്നുണ്ട്. എന്തായാലും ആമയെ കിട്ടിയല്ലോ. ആ ഒരു സന്തോഷത്തിൽ അതെടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നാൽ രാത്രി കൊടുക്കണ്ട, രാവിലെ കൊടുക്കാം, ചേട്ടൻ ഉറങ്ങുമായിരിക്കുമല്ലോ. അപ്പൊ ഇത് കരുതിയിട്ട് നമ്മുടെ തിയോ എന്താക്കി, അവന്റെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാണ്. അവന്റെ അരികിൽ തന്നെ ആ ഒരു ആമയും വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇപ്പൊ നമ്മുടെ ഒലിവറിനെ കാണിക്കുകയാണ്. എന്നാൽ അവനിപ്പോ ഒരു പയ്യനല്ല, വലിയ ചെറുക്കനായിട്ടുണ്ട്. കാരണം അതെന്താണെന്ന് മനസ്സിലായോ തിയോ? അവൻ ചാടിയിരിക്കുന്ന ആ ഒരു ടൈം പോർട്ടൽ, ആ ടൈം പോർട്ടൽ വഴി അവനിപ്പോ വന്നിരിക്കുന്നത് 2020ലേക്കാണ്. ഈ കാര്യമൊന്നും അറിയാതെ ആ മണ്ടൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും രാവിലെ ആയപ്പോ തന്നെ ജോലിക്കായിട്ട് ഒലിവർ പോകുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഒലിവർ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മുടെ എലീനയുടെ അച്ഛന്റെ കടയിലേക്ക് പോകുന്നുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ചപ്പോ എലീനയുടെ അച്ഛൻ ചോദിക്കാണ്, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആരോഗ്യമൊക്കെ ഓക്കെ ആയി വരുന്നില്ലേ? ആ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായി വരുന്നുണ്ടെങ്കിലേ എന്ന് പറയണം. ഇതേ നേരം തന്നെ ഈ അങ്കിളുടെ മകൾ, അതായത് എലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുന്ന സമയത്ത് അവളെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഒലിവർ. എന്നാൽ ഇത്രയും കാലമായിട്ടും അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, ഇതുവരെയായിട്ടും അവനത് എലീനയോട് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ എലീനയാണെങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഡിവോഴ്സ്ഡും ആണ്. അതിനു പുറമെ അവളൊരു ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ അതേ സ്കൂളിലെ തന്നെ ഫിസിക്സ് പ്രൊഫസറാണ് നമ്മുടെ ഈ ഒരു ഒലിവർ. ചുമ്മാ അവളിങ്ങനെ വായി നോക്കി നിൽക്കുകയല്ലാതെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഇന്ന് വരെ ഒലിവറിന് പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതേ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പാപം മണ്ടനായിട്ടുള്ള തിയോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവൻ ഏതോ ഒരു സമയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ആ ആമ എടുത്തുകൊണ്ട്, ഡാ ഒലിവറെ നീ എവിടെയാ, ദാ നിന്റെ ആമ, വെറുതെ കിടന്ന് മോങ്ങണ്ട ദാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ മുത്തശ്ശി അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ തിയോ മുത്തശ്ശിയെ നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രായമായതുപോലെ, മുടിയെല്ലാം നരച്ചിട്ടുണ്ട്, തീരെ ആരോഗ്യമില്ല. ഇതെന്താ ഇപ്പോ മുത്തശ്ശിക്ക് പെട്ടെന്നൊരു പ്രായക്കൂടുതൽ അവനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ഒലിവർ ആണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയണ, ഡാ ഒലിവറെ ആരാ വന്നേന്ന് നോക്കിയെന്ന്. ഒലിവർ നോക്കുമ്പോൾ അവന്റെ അനിയനായിട്ടുള്ള തിയോ. ഇതാരാ തിയോ? അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഒലിവർ അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇവന്റെ ബോധം തിരിച്ചു വരികയാണ്. തൊട്ട് മുന്നിൽ തന്നെ തിയോ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒലിവർ ചോദിക്കുകയാണ്, നീ ആരാടാ? സത്യം പറ, നീ തിയോ തന്നെയാണോ? ആ ഞാൻ തിയോ തന്നെയാണ്. അതൊക്കെ പോട്ടെ, നീ ആരാടാ? എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, അതുപോലെ തന്നെ എന്റെ പേരും പറയുന്നു. സത്യം പറയടാ, നീ ആരാണെന്ന് തിയോ ചോദിക്കുമ്പോൾ ഒലിവർ പറയണം, തിയോ നിനക്ക് എന്നെ മനസ്സിലായില്ല, ഞാൻ നിന്റെ ചേട്ടനാടാ, ഒലിവറടാ. പാവം തിയോ ഒന്നും മനസ്സിലാവുന്നില്ല. ചേട്ടനോ? നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ മോനെ തിയോ, നീ ഇപ്പൊ നിൽക്കുന്നത് ഏത് വർഷത്തിലാണെന്നറിയോ? 1989 2020ലാണ്. ഇത് കേട്ടപ്പോ തിയോ ആകെ ഞെട്ടിപ്പോവാണ്. ചേട്ടൻ എന്തീ പറയുന്നത്? 2020ലാണോ? അതിനർത്ഥം ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ഫ്യൂച്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കേട്ടപാട് ഒലിവറിന് എക്സൈറ്റ്മെന്റ് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഒലിവർ പറയാണ്, തിയോ നീ പറ, ഓരോ കാര്യങ്ങളും വിടാതെ ഓരോന്നായിട്ട് നീ പറ, നീ എന്താ ചെയ്തത്? ചേട്ടൻ ഇത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുമ്പോ ഒന്ന് പവർ ഇട്ടേക്കാന്ന് തിയോ തീരുമാനിക്കുകയാണ്. എടാ ഈ കാര്യം പറയാൻ തന്നെയാ ഞാൻ അന്ന് വന്നത്. അപ്പൊ നിനക്ക് എന്നോട് ഭയങ്കര വഴക്കായിരുന്നല്ലോ. അന്ന് എന്തൊക്കെയാ നീ എന്നെ പറഞ്ഞത്, എന്തൊക്കെയാ എന്നെ കാട്ടിയത്? ഇതേ സമയത്തിന് ഒലിവർ പറയാണ്, പിന്നെ അല്ലാണ്ട് അമ്മയുടെ ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് തോണിയും വിമാനൊക്കെ ഉണ്ടാക്കിയ ഞാൻ നിന്നെ പിന്നെ വന്ന് തലോടണോ? ഓ അങ്ങനെയാണോ? തിയോയും തിരിച്ചു പറയാണ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങി. ഇതേ സമയത്തിന് മുത്തശ്ശി പറയണ, കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടു, വീണ്ടും തുടങ്ങി, ഇനി എന്റെ ചെവിക്ക് സ്വൈര്യം തരരുത് കേട്ടാ. ഇതും പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോവാണ്. എന്തു വലിയ കാര്യം അവിടെ സംഭവിച്ചത്? എന്നാൽ മുത്തശ്ശി വളരെ സില്ലി ആയിട്ടാണ് ഈ ഒരു കാര്യത്തിനെ കാണുന്നത്. എന്തായാലും മുത്തശ്ശി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ തിയോ അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന അമ്മയുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട ഒലിവർ ചോദിക്കുകയാണ്, അല്ല ഇതെന്തിനാ ഇപ്പൊ കാണിച്ച്? ഇതിലേക്ക് തന്നെയാ നോക്കേണ്ടത്. നീ നോക്കിക്കേ, അമ്മ നിൽക്കുന്ന ആ ഒരു ടെറസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുമ്പോഴാണ് ആ പോർട്ടൽ ഉണ്ടാകുന്നത്. ഇത് കേട്ടപ്പോ ഒലിവർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച ഫിസിക്സ് എല്ലാം സത്യമാണല്ലേ? ക്വാണ്ടം ലെവലില് വ്യത്യസ്ത ടൈമിലേക്കുള്ള ഓരോ വാതിലുകളുണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ വിചാരിച്ചാൽ അത് ഓപ്പൺ ആക്കാൻ കഴിയും. ഇതെല്ലാം പറയുമ്പോൾ പാവം നമ്മുടെ തിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവനറിയില്ലല്ലോ. ചേട്ടൻ എന്തി തേങ്ങ ഈ പറയുന്നത്? എനിക്കൊരു കുന്തവും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ ആ ഒരു പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. കാരണം ഇപ്പൊ മുത്തശ്ശിയെ നോക്കിയേ, ഒരു ആരോഗ്യമില്ല, എവിടെ പോയി വന്നാലും ഒന്നും പറയാത്തൊരവസ്ഥ. പണ്ടത്തെ മുത്തശ്ശിയൊന്നും ആലോചിച്ച് നോക്കിയേ, വൈകി വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. സത്യം പറയുകയാണെങ്കിൽ ചേട്ടാ, എനിക്ക് ആ മുത്തശ്ശിയെ ഇഷ്ടം, എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്ന് താഴേക്ക് ഒരു കല്ലിപ്പോ ഒലിവർ ഇട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കല്ല് നോർമൽ ആയിട്ടാണ് താഴേക്ക് പോയി വീഴുന്നത്. അതിനർത്ഥം ഇപ്പൊ അവിടെ ആ ഒരു ടൈം പോർട്ടൽ ഇല്ല. എന്നാൽ ഒന്ന് ആലോചിച്ചപ്പോ എന്താണ് സംഭവം എന്ന് ഒലിവറിന് മനസ്സിലായി. അതായത് 1989 നിന്നും ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു പോർട്ടൽ മാത്രമേ ഉള്ളൂ. അതായത് അത് പുറത്തേക്ക് വരാനുള്ള ഒരു വഴിയാണ്, അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മറ്റൊരു വഴി കണ്ടുപിടിക്കണം. അതെന്തായാലും നമുക്ക് തേടി കണ്ടുപിടിക്കാന്ന് ഒലിവർ ഇപ്പൊ തിയോട് പറയണം. പക്ഷെ അതിന് മുന്നായിട്ട് എനിക്ക് എന്റെ പ്രൊഫസർ ഒന്ന് കാണണം. നേരെ ഒലിവർ അവന്റെ പ്രൊഫസറിനെ കാണാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാണിപ്പോ. എന്നാൽ പ്രൊഫസർ ആണെങ്കിൽ ഈ കാര്യമൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊരു ഫാന്റസി പോലെയുള്ള കാര്യങ്ങളല്ലേ. ഇന്ന് വരെ ഇങ്ങനെയുള്ള ടൈം പോർട്ടൽ, ടൈം ട്രാവൽ ഇതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ ചെറിയൊരു നിരാശയിൽ ഒലിവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ഒലിവറിന്റെ കയ്യിൽ ഫോൺ കാണുന്നുണ്ട് നമ്മുടെ തിയോ. അപ്പൊ അതെന്താണ് ചോദിക്കുമ്പോൾ, ഇതാണ് ഫോൺ, വയറൊന്നും വേണ്ട ആവശ്യമില്ല, ഇതിൽ ക്യാമറയുണ്ട്, ഫോട്ടോ എടുക്കാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ തിയോ ആകെ അത്ഭുതപ്പെട്ടു പോകണം. കാരണം അവൻ വന്നത് 1989 അന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പത്തെ ഒരു മൊബൈൽ ഫോൺ എല്ലാം കണ്ട് തിയോ ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. ഇതിനുശേഷം ഇവര് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ട് കേട്ടോ.
കേട്ടാ. അതായത് ഒലിവറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ലേഡി പറയാണ്, എന്താണ് നിന്റെ മുത്തശ്ശിക്ക് വട്ടായോ, എന്തൊക്കെയോ ചെറുപ്പത്തിൽ കാണാതായ നിന്റെ അനിയൻ അതുപോലെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നു. ഇതാണോ ആ അനിയൻ എന്നൊക്കെ തിയോയെ നോക്കിയിട്ട് പറഞ്ഞപ്പോ ഒലിവർ പറയണേ, ഏയ് മുത്തശ്ശി ചുമ്മാ ഒരു തമാശ പറഞ്ഞാണ്, ഇതെന്റെ കസിനാണ്. എന്താ പേരും ചോദിച്ചപ്പോ തിയോ മറഡോണ എന്ന് പറയണം. മറഡോണയോ, അതാ ഒരു മരിച്ചുപോയ പ്ലെയർ അല്ലേ ചോദിക്കുമ്പോ തിയോ ആകെ ഞെട്ടിപ്പോണ്. മറഡോണ മരിച്ചോ? ആകെ വിഷമിച്ച് ഒലിവറിനോട്, നീ എന്താണ് ഈ കാര്യം എന്നോട് ഇത്രയും നേരം പറയാതിരുന്നത്, നീ അതൊക്കെ വിട്, നമുക്ക് ആദ്യം തിരിച്ചു പോകാനുള്ള കാര്യം നോക്കാം. അങ്ങനെ ഇപ്പോൾ ഒലിവറിന്റെ ആ ഒരു റൂമിലേക്ക് ചെന്ന് കുറെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഒലിവർ. അതായത് എങ്ങനെയെങ്കിലും തിയോ തിരിച്ചയക്കണമല്ലോ. ആ സമയത്താണ് തിയോ ഒരു കാര്യം പറഞ്ഞത്, ചേട്ടൻ ഈ തേടിക്കൊണ്ടിരിക്കുന്ന സംഭവം അമ്മ എഴുതി വെച്ച ആ ഒരു ലിസ്റ്റിലാണെങ്കിലോ. ലിസ്റ്റോ? ഏത് ലിസ്റ്റ്? ആ അമ്മ എഴുതിയ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് നിന്നോടുള്ള ദേഷ്യത്തില് ഞാനൊരു ഡിക്ഷണറിയുടെ ഉള്ളിൽ അത് വെച്ചായിരുന്നു. ആ ഡിക്ഷണറിയോടെ എടാ ഇന്നത്തെ കാലത്ത് ആരും ഡിക്ഷണറി ഒന്നും ഉപയോഗിക്കില്ല, കാരണം എല്ലാം ഇന്ന് ഈ ഒരു ഫോണിലുണ്ട്. മുത്തശ്ശി അത് ആർക്കോ എടുത്ത് വിറ്റുന്നാ തോന്നുന്നത്. അങ്ങനെ ഇവര് മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ എലീനയുടെ അച്ഛന്റെ ഷോപ്പിലേക്ക് അത് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും രാത്രിയല്ലേ, നമുക്ക് നാളെ രാവിലെ പോയിട്ട് അന്വേഷിക്കാന്ന് പറയണം. അങ്ങനെ രാവിലെ ആയിട്ട് ഒലിവർ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ തിയോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നീ പുറത്തേക്ക് പോകരുത് കേട്ടാ, അത് മഹാ അബദ്ധമായിരിക്കും എന്ന്. ഒലിവർ പുറത്തേക്ക് ഇറങ്ങിയ സമയം നോക്കിയിട്ട് തിയോ പുറത്തേക്ക് ഇറങ്ങാണ്. മാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണല്ലോ. അതിലൂടെ അവൻ ചുറ്റി നടക്കുന്നുണ്ട്. മാത്രമല്ല VR ഹെഡ്സെറ്റ് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവനതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്നാൽ ഇത് മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ താഴെ വീണ് പൊട്ടുന്നുണ്ട്. ഒലിവറിനെ വിളിച്ച് ഇതിന്റെ കാശെല്ലാം കൊടുപ്പിക്കുകയാണ് പിന്നീട്. ഇപ്പൊ ഒലിവർ പറയുന്നുണ്ട്, പൊന്നു തിയോ മോനെ, നീ വീട്ടിൽ തന്നെ ഇരിക്കും, ദയവ് ചെയ്ത് എനിക്ക് ഇനി പണി ഉണ്ടാക്കി തരില്ലേ. എന്തായാലും ഇപ്പൊ ഞാൻ പോകുന്നത് എലീനയുടെ അച്ഛന്റെ വീട്ടിലേക്കാണ്. അപ്പോ അവിടുന്ന് കൂടുതലായിട്ടൊന്നും സംസാരിക്കരുതേ. ശരിയെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഒലിവർ ഇപ്പൊ നേരെ എലീനയുടെ അച്ഛന്റെ കടയിലേക്ക് ചെന്നിട്ട്, അല്ല മുത്തശ്ശി ചില ഡിക്ഷണറീസ് ഒക്കെ തന്നായിരുന്നല്ലോ, അത് എവിടെയാ ചോദിക്കുമ്പോൾ, ആ അതെന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാ, അതൊന്ന് നോക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, നീ വീട്ടിൽ പോയിക്കോ, അത് അവിടെ തന്നെ ഉണ്ടാകുന്ന പറയണേ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് എലീന വരുന്നുണ്ട്. എലീനയെ കണ്ട പാടിന് തിയോ പറയണ്, എലീന നീ ഇത്രയും വളർന്നു വലുതായോ? കാരണം ഈ എലീനയും അതുപോലെ തന്നെ തിയോ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് നടന്ന് വളർന്നവരാണ്. എന്തായാലും വലുതായപ്പോ നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോ എലീന ചോദിക്കാണ്, ഇവനേതാ എന്ന്. ഒലിവറിന് സത്യം പറയാൻ പറ്റുമോ? ഒലിവർ വേഗം പറയണ, അത് പിന്നെ എന്റെ ഒരു കസിനാണ് മറഡോണ. ഇപ്പൊ എലീനയുടെ അച്ഛൻ പറയണ, എടോ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ഒരു ഓർമ്മ കിട്ടുന്നില്ല. അച്ചാച്ചാ നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ട, ഞാൻ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു ഡിക്ഷണറി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒലിവറിന്റെ കൂടെ ഇപ്പോൾ എലീനയും അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കൂടെ തന്നെ തിയോ ഉണ്ട്. ഇപ്പൊ എലീനയുടെ മക്കള് രണ്ടുപേരും ഏകദേശം തിയോയുടെ അതേ വലുപ്പം തന്നെ ആയിട്ടുണ്ട്. അവര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന തിയോ ഇതൊക്കെ കാണുമ്പോൾ അവന് വലിയ അത്ഭുതം തോന്നുകയാണ്. എന്തായാലും ഇതേ സമയത്തിന് ഒലിവർ ആ ഒരു പഴയ ഡിക്ഷണറി കണ്ടുപിടിക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ആ ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ കാര്യം ഇപ്പോൾ നമ്മുടെ ഒരു തിയോയെ കാണിക്കുകയാണ്. അവൻ വേഗം തന്നെ ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഇവര് പോകുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും ആ ഒരു പോർട്ടൽ ഇല്ല. അതായത് ഇതിലൊക്കെ റോങ് ആണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് ഒലിവർ വീട്ടിലേക്ക് ചെന്ന് ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്തു നോക്കുന്നുണ്ട്. എന്നാൽ തിയോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അതായത് ഒലിവറിന് ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല, അതുപോലെ എലീനയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പൊ തിയോ ഈ കാര്യങ്ങളൊക്കെ ഒലിവറിനോട് ചോദിച്ചപ്പോൾ അവള് കല്യാണം കഴിച്ചു, ഡിവോഴ്സായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വേണമെങ്കിലും ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവള് സമ്മതിക്കും ഒരുമിച്ച് ജീവിക്കാനേ. പക്ഷെ അതിനുള്ള ആംബിയർ പോലും ഒലിവറിന് ഇപ്പോൾ ഇല്ല. ഈ സമയത്ത് തിയോ എന്ത് ചെയ്തു, ഈ ഒലിവറിന്റെ ഫോണിൽ നിന്നും എലീനയ്ക്ക് ഒരു മെസ്സേജ് അയക്കാണ്, എല്ലാവരും ഇന്ന് ഇങ്ങോട്ടേക്ക് വരണം, ഇന്ന് ഇവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടെന്ന്. അധികം വൈകാതെ തന്നെ എലീന, അവളുടെ അച്ഛൻ, രണ്ട് പിള്ളേര് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്ന് ഇത് കണ്ടപ്പോൾ ഒലിവർ ആകെ ഞെട്ടിപ്പോണ്, ഇതെന്തപ്പോ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് തിയോ വന്നിട്ട്, ആ എല്ലാവരും വരണം വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവാണ്. അപ്പോൾ ഒലിവറിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് പോവാണ്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല ജോളിയായിട്ട് തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്. പിന്നീട് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്തെല്ലാം നമ്മുടെ ഒലിവറിനും എലീനയ്ക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഷോപ്പിങ്ങിനായിട്ട്, അതായത് ഒരു ഡ്രസ്സ് മാറാനായിട്ട് തിയോ ഒരു റൂമിലേക്ക് പോയപ്പോൾ അവന്റെ പഴയ സ്വഭാവം എടുക്കുകയാണ്. അതായത് വലിയ മറഡോണ ഫാനാണല്ലോ. അപ്പൊ കളിക്കാൻ പോകുമ്പോൾ അവനൊരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. ആ ഞാൻ മറഡോണയാണ്, ഞാൻ ഗോൾ അടിക്കാൻ പോകുന്നത്, അടിച്ചു 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 ആ രീതിയിലൊരു സംസാരം. അപ്പൊ ഇത് പുറത്ത് നിന്നിട്ട് ആര് കേൾക്കുന്നുണ്ട്? എലീന കേൾക്കാണ്. അവളാകെ ഞെട്ടിപ്പോയി. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അവള് വേഗം തന്നെ തീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ പതിയെ പതിയെ ചെറുപ്പകാലത്തിലെ തീയുടെ ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു മുഖം അവളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഡാ തിയോ, ഇത് നീ തന്നെയാണോ? ശരിക്കും എലീന ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ തിയോ കാര്യങ്ങളൊക്കെ പറയാണ്. അതെ ഞാൻ തന്നെയാണ്, അമ്മ കണ്ടുപിടിച്ച ഒരു ടൈം പോർട്ടൽ, അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ചാടിയതാണ്, അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നു പെട്ടത്. എന്നാൽ തിയോ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ എലീനയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒലിവറിനോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒലിവർ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരുടെ അമ്മ ഇതുപോലെ ടൈം പോർട്ടലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് റിസർച്ചുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒലിവർ വന്ന ആ ഒരു പോർട്ടൽ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ 2020 ഇത് വർക്കാവുന്നില്ല. അതായത് 3 തരം ടൈം പോർട്ടലാണ്, അതായത് സമയത്തിന്റെ വാതിലുകളാണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ അത് ഒരു കറക്റ്റ് വേയിലായിരിക്കും. അതായത് ഇവനിപ്പോ വന്നതുപോലെ 1989 നിന്നും 2020 വരെയുള്ള ഒരു കറക്റ്റ് ഡോർ. ഇനി മറ്റൊരു തരം ഡോർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡോറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ സമയത്തിന്റെ ഏത് ഘട്ടത്തിലേക്ക് നമ്മൾ പോയി വീഴും എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മൂന്നാമത്തെ ഡോറാണ് ഏറ്റവും ഡേഞ്ചർ. അതായത് ആ ഒരു ഡോറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ, അതായത് ആ ഒരു പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനൊരു മറുഭാഗം ഉണ്ടാവില്ല. സോ കയറി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എലീനയും ഇവരുടെ കൂടെ നിൽക്കാന്ന് പറയാണ്. അതായത് തീയെ 1989 തന്നെ എത്തിക്കാനായിട്ട്. പിന്നീട് കൂടുതൽ ടൈം എലീന ഒലിവറിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങാണ്. എന്തോ ഒലിവറിന് ഈ കാര്യം ഭയങ്കര
ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ എലീന ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ഒലിവറെ, നിന്റെ ലൈഫിലേക്ക് ഇനി തിയോ വന്നു കഴിഞ്ഞാൽ പുതിയൊരു ടൈം ലൈൻ ഉണ്ടായല്ലോ, ആ ടൈം ലൈനിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ അവരില്ലാണ്ടായിട്ടുണ്ടെങ്കിലോ, അതായത് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നഷ്ടമാവാത്ത രീതിയിലുള്ള ഒരു ടൈം ലൈൻ വേണം ഉണ്ടാക്കാനായിട്ട്. ഈ കാര്യം ഒലിവറിനോട് പറഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എലീനയ്ക്ക് അവളുടെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു കേട്ടിരുന്ന തിയോ ഇവനിക്ക് ഈ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും കയ്യിൽ ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റും വെച്ച് എലീനയുടെ ആ ഒരു 2 പിള്ളേരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ ശരിക്കും നിങ്ങളുടെ ഈ കാലഘട്ടത്തിലുള്ള ആളല്ല, ഞാൻ ശരിക്കും ജീവിച്ചിരുന്നത് 1989-ലാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗെയിമോ കാര്യങ്ങളോ ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചേരാൻ പറ്റുമോ? എന്നാൽ പിന്നെ എനിക്ക് എന്റെ സമയത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. ഇത് കേട്ടപ്പോൾ ഈ എലീനയുടെ പിള്ളേർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവൻ എന്ത് ഈ പറയുന്നത്. എന്തായാലും കൂടെ പോയേക്കാം എന്ന് കരുതിയിട്ട് 2 പേരും കൂടെ ഇപ്പോൾ തിയോ അവന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി നോക്കുമ്പോൾ അതൊരു ബീച്ചായിരുന്നു. അവിടെ ഇവർക്ക് വരേണ്ട ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് ഇവർ പോയിരിക്കുന്നുണ്ട്. പിന്നീട് തിയോ പറയാണ്, ഞാൻ പറഞ്ഞതുപോലെ ടൈം ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് എന്റെ കാലഘട്ടത്തിലേക്ക് വരണം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണണം. എന്തായാലും ഇങ്ങനെ പറഞ്ഞ സമയത്ത് എലീനയുടെ ആ 2 പിള്ളേരുണ്ടല്ലോ അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് വരികയാണ്. അങ്ങനെ തിയോയുടെ കൂടെ പിള്ളേർ 2 പേരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, അവർ അതേ വെള്ളത്തിൽ നിന്ന് തന്നെ പിന്നീട് നീന്തി കയറി വരുന്നുണ്ട്. എന്നാൽ ഈ ബീച്ചിലേക്ക് ഇവർ ചാടുന്ന സമയത്ത് അപ്പുറത്തായിട്ട് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒന്നും കാണാനില്ല, ഫുള്ള് മലകളാണ്. അതായത് ഇവർക്ക് മനസ്സിലായി സമയത്തിലൂടെ ഇവർ പിന്നിലേക്ക് വന്നിട്ടുണ്ടെന്ന്, അതായത് 1989-ലേക്ക്. എന്നാൽ പിന്നീട് സിറ്റിയിലേക്ക് വന്ന സമയത്ത് അവർക്കാകെ കൺഫ്യൂഷനായി, ഇത് 1989 ഏയ് ഒരിക്കലും സാധ്യതയില്ല. പിന്നീട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇത് 1989 അല്ല, 1949 പിള്ളേർക്ക് 3 പേർക്കും എന്ത് ചെയ്യണമെന്ന് യാതൊരു പെടുത്തുമില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഒലിവർ അതുപോലെ എലീന 2 പേരും നോക്കുകയാണെങ്കിൽ പിള്ളേർ 3 പേരും മിസ്സായിന്ന് മനസ്സിലായി. അപ്പോൾ ഒലിവർ പറയണ മിക്കവാറും തിയോയുടെ കൂടെ നിന്റെ 2 പിള്ളേരും 1989-ലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പോർട്ടൽ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറയണം. ഇപ്പോ 1949-ലുള്ള നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണ്. അവർക്കിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തുള്ള കാശും കാര്യങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ലല്ലോ. അതുപോലെ അന്നത്തെ കാലത്ത് ഇന്റർനെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ എന്ത് ചെയ്യും? കക്കാൻ എന്തായാലും 3 പിള്ളേർക്കും പറ്റില്ല. ആ സമയത്താണ് നമ്മുടെ തിയോ ഒരു ഐഡിയ പറയുന്നത്. ഇപ്പൊ എലീനയുടെ 2 പിള്ളേരുണ്ടല്ലോ, ജെനി അതുപോലെ തന്നെ ടോണി. അതിൽ ഈ ജെനിയോട് അവിടെ കണ്ണടച്ച് നിൽക്കാൻ വേണ്ടി പറയാണ്. ഇതിനുശേഷം തിയോ അവിടെയുള്ള ആൾക്കാരോട് ഉറക്കനെ വിളിച്ച് കൂവാൻ തുടങ്ങി, നിങ്ങളെല്ലാവരും ഓടിവാ, മാന്ത്രിക ശക്തിയുള്ള പെൺകുട്ടിയാണിത്, ഞാൻ ഈ ബോർഡിൽ എന്ത് എഴുതിയാലും അത് അതുപോലെ നോക്കാതെ ഈ പെൺകുട്ടിക്ക് വായിക്കാൻ കഴിയും. സംഭവം എന്താന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ജെനിയുടെ കയ്യിൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. സോ അത് അവൾ ചെവിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണോ നമ്മുടെ തിയോ ആ ഒരു ബോർഡിൽ എഴുതി കാണിക്കുന്നത് അത് അതുപോലെ തന്നെ ടോണി ഇപ്പോൾ അവളോട് വിളിച്ചു പറയും. കാരണം ഇവരുടെ കയ്യിൽ സെൽഫോൺ ഉണ്ടല്ലോ. അപ്പൊ അവൾ നോക്കാതെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആകെ അത്ഭുതപ്പെട്ട് കൈയടിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇച്ചിരി ചില്ലറ കാശൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് അതിലൂടെ പോലീസുകാർ പോകുന്നത്. ആ സമയത്ത് ഇതുപോലെ പെർമിഷൻ ഇല്ലാതൊന്നും പരിപാടി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് പിള്ളേർ 3 പേരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ കാര്യം കണ്ട ഒരാൾ 3 പേരെയും അവിടുന്ന് തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒലിവർ അതുപോലെ എലീന 2 പേരും കൂടെ മറ്റൊരു ടൈം പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏതോ ഒരു വലിയ കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിരുന്നു. അതിന്റെ മുകളിലേക്ക് ഇവര് പോകുന്നുണ്ട്. എടുത്ത് ചാടിയിട്ട് ഇനിയിപ്പോ ടൈം പോർട്ടലൊന്നും ഇല്ലെങ്കിൽ 2 പേരും മട്ടയാവും. എന്തായാലും ഇപ്പൊ എലീന ഒലിവറിന്റെ കൈ ചേർത്ത് പിടിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് അവർ ചാടുകയാണ്. എന്നാൽ വിചാരിച്ചതുപോലെ അവിടെ ഒരു ടൈം പോർട്ടൽ ഉണ്ടായിരുന്നു. 2 പേരും നേരെ അതിലേക്കാണ് ചെന്ന് വീഴുന്നത്. അതായത് 1989-ലേക്ക്. പിന്നീട് ഇവരുടെ ഒരു വീടൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണാതായ തിയോ അവന്റെ മിസ്സിംഗ് പോസ്റ്ററുകൾ ഒരുപാട് കാണുന്നുണ്ട്. ഇതേ നേരം തന്നെ 1949 കാണിക്കുകയാണ്. അതായത് പിള്ളേരെ 3 പേരെയും ആരൊരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലേ, ആ ആളിപ്പോ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിലേക്കാണ്. ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരു തരം എന്താ പറയാ പോരാളികൾ. അപ്പൊ അതിന്റെ ലീഡർ വന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, എന്തിനാടാ 3 പിള്ളേരെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നതിന്? അത് പിന്നെ നമ്മുടെ ആ ഒരു രഹസ്യ കോഡ് ഉണ്ടല്ലോ, ആ ഒരു വിസലടി, അത് ഇവന്മാർ ഉപയോഗിച്ചു. അതെങ്ങനെയാ ഇവരെ അറിഞ്ഞേ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കൊണ്ടേ കൊണ്ടുവന്നത്. രഹസ്യ കോഡോ വിസലോ എന്താണ് ഇവർക്ക്, അതായത് 3 പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. അതായത് പോലീസ് വരാൻ നേരത്ത് തിയോ എലീനയുടെ 2 മക്കളുണ്ടല്ലോ, ജെനി ടോണി, 2 പേരും ഒരു പ്രത്യേക സ്റ്റൈലിൽ വിസലടിച്ചാണ് വിളിച്ചത്. സത്യം പറഞ്ഞാൽ ആ ഒരു വിസലിന്റെ ആ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു ശൈലിയായിരുന്നു. ഇതെങ്ങനെയാടാ നിനക്ക് അറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ തിയോ പറയാണ്, എനിക്ക് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നെയാണ്. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ഈ സംഭവം നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. ഈ സമയത്താണ് പിള്ളേരെ ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്ന ആ ആളുണ്ടല്ലോ, അയാളുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഭാര്യയെ കണ്ട സമയത്ത് തിയോ ആകെ ഞെട്ടിപ്പോവാണ്. അത് മറ്റാരുമല്ല, അവന്റെ മുത്തശ്ശിയായിരുന്നു. കാര്യം മനസ്സിലായോ? അവരുടെ മുത്തശ്ശിയും ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. പിന്നീട് മുത്തശ്ശി 1989-ലൊക്കെ ആയ സമയത്ത് അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ തിയോയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു വിസലിന്റെ ശൈലി. അങ്ങനെയാണ് തിയോയ്ക്ക് ഇത് അറിയുന്നത് കേട്ടോ. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, 1989 ടൈം ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ തിയോ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ആ ഒരു സമയത്ത് അവന്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു വിസൽ. എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് ടൈം ട്രാവൽ മൂവി പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം, എന്നാലേ കഥ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇത് തന്റെ മുത്തശ്ശിയാന്ന് മനസ്സിലായ തിയോ ഓടിച്ചെന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ.
അവർക്ക് ആദ്യം ഇതാരാണെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. എങ്ങനെയാ മനസ്സിലാവുക? ജനിച്ചിട്ട് വരെ ഇല്ലാത്ത ആ ഒരു കുഞ്ഞ് വന്നിട്ട് കെട്ടിപ്പിടിച്ച് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുക ഒരു സ്ത്രീക്ക്? പക്ഷേ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ അങ്ങനെ വെറുതെ ഉപദ്രവിക്കുന്ന ഒരു ഗ്രൂപ്പൊന്നുമല്ല. ഗവൺമെന്റ് ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് കുട്ടികളെ ഒന്നും ഇവരൊന്നും ചെയ്യില്ല കേട്ടോ. സോ പിള്ളേരെ 3 പേരെയും ഇവർ നന്നായിട്ട് തന്നെ നോക്കുകയാണ്. ഇതിനുശേഷം 1989 കാണിക്കുകയാണ്. അതായത് നമ്മുടെ തിയോയെ തേടിയിട്ട് അവന്റെ വീട്ടിലേക്ക് ഒലിവറും അതുപോലെ എലീനയും വന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്തോ ശബ്ദം കേട്ട് രണ്ടുപേരും വേഗം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കബോർഡിന്റെ ഉള്ളിൽ ഒളിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നത് കുട്ടിയായിട്ടുള്ള ഒലിവറാണ്. അവനിപ്പോ റൂമിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം തിയോയെ കാണാതായിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെയായിട്ടും അവനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വിഷമത്തില് കുഞ്ഞായിട്ടുള്ള ഒലിവർ കരഞ്ഞ് ലാസ്റ്റ് ഉറങ്ങിപ്പോവാണ്. ഇതെല്ലാം വലുതായ ഒലിവർ നേരിട്ട് കാണുകയാണ്. ഇതിനുശേഷം 1949 നമ്മുടെ പിള്ളേരെ കാണുകയാണ്. എന്തായാലും അവരൊരു നല്ല കൂട്ടുകാരുടെ അടുത്തല്ലേ. അതായത് ശരിക്കും തിയോ ഉള്ളത് അവന്റെ മുത്തശ്ശിയുടെ അരികിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്നും അവർക്ക് അങ്ങനെ എളുപ്പത്തിൽ തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം ഇനി ഒരു ടൈം പോർട്ടൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കോഡോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ കയ്യിലില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു കോഡ് എഴുതിയെടുത്താണ് തിയോ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്താണ് തിയോ ഒരു കാര്യം കാണുന്നത്, ഒരു പഴയ ക്യാമറ. അപ്പൊ ആ ഒരു ക്യാമറ എടുത്തിട്ട് വേഗം വന്ന് ഒരു ഫോട്ടോ എടുക്കാന്ന് അവനിപ്പോ മുത്തശ്ശിയോട് പറയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ ചെറുപ്പകാലാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ആ ഒരു ഫോട്ടോ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്ത് തിയോ പറയാണ്, ഒരു കാരണവശാലും ഈ ഒരു ഫോട്ടോ നിങ്ങൾ കളയാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലെ ചുമരിൽ ഇത് ഫ്രെയിം ചെയ്ത് വെക്കുന്ന എനിക്ക് വാക്ക് ഇതാന്ന് പറയാണ്. ആ സ്ത്രീയും അതുപോലെ തന്നെ വാക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം 1989 കാണിക്കുകയാണ്. അവിടെ ഇപ്പൊ മുത്തശ്ശിയുടെ വീട്ടില് നമ്മുടെ ഒലിവറും ഉണ്ട്, എലീനയുണ്ട്. രണ്ടുപേരും നോക്കുമ്പോൾ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തിൽ ആ ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ പാസ്റ്റിൽ വെച്ച് ഒരു ചെറിയ മാറ്റം ഉണ്ടായല്ലോ. നമ്മുടെ തിയോ അതുപോലെ തന്നെ എലീനയുടെ 2 പിള്ളേര് ഇവരെല്ലാം ചേർന്നുകൊണ്ട് മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എപ്പോഴും ചുമരിൽ വെക്കണം എന്ന് പറഞ്ഞില്ലേ. പാസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടായി. അതായത് ഒലിവറും എലീനയും നോക്കി നിൽക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മുത്തശ്ശിയുടെ ഫോട്ടോ മാറി അവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് മാറുകയാണ്. കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് ഭൂതകാലം, അതായത് കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ഇനി വരാനിരിക്കുന്ന കാലത്തിലും അതുപോലെ മാറ്റങ്ങൾ വരുത്തും. അപ്പൊ എന്തായാലും തിയോയെ തേടിയിട്ട് അവന്റെ ചേട്ടൻ ഒലിവർ വരുമെന്ന് തിയോയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോയിൽ അവർ പോയ ആ ഒരു സമയത്തിന്റെ കോർഡിനേഷൻ അത് എഴുതി വെക്കുകയാണ്. അത് കണ്ടപാട് തന്നെ ഒലിവറിന് കാര്യം മനസ്സിലായി. അതായത് പിള്ളേര് പോയിരിക്കുന്നത് 1949 അപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു പോർട്ടൽ, അതിന്റെ ആ ഒരു ലൊക്കേഷൻ ഒരു നമ്പർ പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും 1989 നിന്നും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. പകരം 2020 തന്നെ തിരിച്ചു പോയിട്ട് അവിടുന്ന് വേണം ആ ഒരു ലൊക്കേഷനിലേക്ക് ഇവർക്ക് പോകാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി ഒലിവറും എലീനയും എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ്, അവരുടെ അമ്മ അതായത് നമ്മുടെ തിയോ ആദ്യമായിട്ട് എടുത്തു ചാടി ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയി എടുത്തു ചാടി ഇവർ 2022 തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് അവിടെ നിന്നും ആ ഒരു ബീച്ച് സൈഡിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോർട്ടലിലേക്ക് ഇവർ ചാടിയിട്ട് 1949 വരികയാണ്. എന്നാൽ അവരവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഗണ്ണുമായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കണ്ട സമയത്ത് ഒലിവർ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ ഈ ആൾക്കാർ ഇവിടെ വന്നു നിന്നത് നമ്മുടെ തിയോ പറഞ്ഞിട്ടാണ്, അവന്റെ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ അവരെ കൂട്ടാനായിട്ട് ഒരു കൂട്ടർ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ വന്ന ആൾക്കാർ തിയോയുടെ ചേട്ടൻ ഒലിവർ ആണെന്ന് അറിയാൻ എന്താ വഴി? അതിനുള്ള വഴി ആ ഒരു വിസിൽ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഗണ്ണുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആ വിസിൽ അടിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് തന്നെ ഒലിവറിന് കാര്യം മനസ്സിലായി. ആ രീതിയിൽ തന്നെയുള്ള വിസിൽ ഒലിവറും തിരിച്ചടിക്കുകയാണ്. അപ്പൊ ഗണ്ണുമായിട്ട് വന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇവർ തേടി വന്ന ആൾക്കാർ ഇത് തന്നെയാണ്. അങ്ങനെ ഒലിവറിനെയും മെലീനെയും കൂട്ടിയിട്ട് ഇവർ നേരെ ഇവരുടെ താവളത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തിയോയെ ഒലിവർ കാണുന്നുണ്ട് കേട്ടാ. എന്തായാലും ഒലിവറിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്നാൽ ഈ സമയത്ത് തിയോ പറയുന്നത്, ചേട്ടാ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ്, എനിക്ക് ഇവിടെയാണ് ഇഷ്ടമായത്. ഈ സമയത്ത് ഒലിവർ പറയുന്നുണ്ട്, തിയോ നീ എന്താ ഈ പറയുന്നത്? നീ ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പകാലത്തിൽ ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്ന് നിനക്കറിയോ? ഓ എന്നിട്ടാണോ എപ്പോഴും എന്നോട് വഴക്കിട്ടുകൊണ്ടിരുന്നത്? ഇപ്പൊ ഒലിവർ പറയണ, എടാ നമ്മുടെ ഇടയിലെ സ്നേഹം, അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു വഴക്ക് തന്നെയാണ്. നീ എന്തായാലും 1989 തന്നെ തിരിച്ചു പോകുന്നു പറയണേ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഇവരുടെ മുത്തശ്ശി വരുന്നത്. യങ്ങായിട്ടുള്ള ആ ഒരു മുത്തശ്ശിയെ കണ്ടപ്പോൾ ഒലിവർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെന്തത് നമ്മുടെ മുത്തശ്ശിയല്ലേ ഇത്, ഇത്ര ചെറുപ്പക്കാരിയായിട്ട്? എന്നാൽ ഒലിവർ മുത്തശ്ശിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയാണ്, കുറച്ച് സമയം ചെലവഴിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകണമല്ലോ. അങ്ങനെ പോകാൻ നേരത്ത് പുതിയ ഒരു കോർഡിനേഷൻ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഡ്രൈവറാണ്. അപ്പൊ ആ ഒരു ഡ്രൈവറോട് നമ്മുടെ മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. പോകാൻ നേരത്ത് ആ ഡ്രൈവർ കുറച്ചധികം ബണ്ണ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അത് മേടിച്ച പാടെ തന്നെ നന്നായിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നല്ല ആസ്വദിച്ച് അത് കഴിക്കുകയാണ്. ഈ സ്പോട്ടിൽ നമ്മുടെ ഒലിവറുടെ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവരിപ്പോ കൊണ്ടാക്കാൻ നിൽക്കുന്ന ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ഇയാൾ തന്നെയാണ് ഇവരുടെ മുത്തശ്ശൻ എന്നുള്ള കാര്യം. അതായത് ഇവരുടെ മുത്തശ്ശി അധികം വൈകാതെ ഈ ഡ്രൈവറിനെ കല്യാണം കഴിക്കാൻ പോവാണ്. പിന്നീട് ആ ഒരു ഡ്രൈവറിനോട് ഇതുപോലെയുള്ള ബണ്ണ് ഇനി ബാക്കിയുണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ബാക്കിയായിട്ടുള്ള ആ ഒരു ബെണ്ണുമായിട്ട് ഇവര് നേരെ 2020 തന്നെ തിരിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബെണ്ണ് കൊണ്ടുപോയിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. മുത്തശ്ശി ഇതൊന്ന് കഴിച്ച് നോക്കെന്ന് പറയണം. മുത്തശ്ശി ഇതിപ്പോ കഴിക്കാൻ തുടങ്ങുകയാണ്. അത് കഴിച്ച് തുടങ്ങിയപ്പോ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി ഇത് അവനുണ്ടാക്കിയ ബണ്ണല്ലേ, അതിന്റെ ആ ഒരു മണം, അതിന്റെ ആ ഒരു രുചി ഒരിക്കലും നമ്മുടെ മുത്തശ്ശിക്ക് അത് മറക്കാൻ പറ്റില്ല. കാരണം മുത്തശ്ശിയുടെ ഹസ്ബൻഡ്, ഭർത്താവ് അത് വെറുതെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയല്ല, അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രണയം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് അതിനോട് അത്ര
രുചിയായിട്ട് തോന്നുന്നത്. ആ രുചി ഇപ്പൊ മുത്തശ്ശിക്ക് ഫീൽ ആവുന്നുണ്ട്. മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു തവണ കൂടെ ഇത് കഴിക്കണമെന്ന് മുത്തശ്ശിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം എന്താ, തിയോനെ 1989 തന്നെ തിരിച്ചയക്കണം എന്ന് തിയോ പറയണു. ഒലിവറെ, ഇപ്പോ എനിക്ക് നീ ഒരു അച്ഛന്റെ സ്ഥാനത്തിലാണ്. അവിടെ ഞാൻ ആരുമില്ലാതെ വളരെയാണ്. ഞാൻ ഇവിടെ തന്നെ നിന്നാ പോരെ? നീ എന്നെ നന്നായിട്ട് നോക്കില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒലിവർ പറയണു, ഇല്ലടാ, നീ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം. നീ ജീവിക്കേണ്ടത് ആ കാലഘട്ടത്തിലാണ്. കുഞ്ഞായിട്ടുള്ള ഒലിവർ നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയും. നീ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് പറയാണ്. അങ്ങനെ തിയോയെ ഇവിടെ നിന്നും നേരെ 1989 തന്നെ ഒലിവർ പറഞ്ഞു വിടുകയാണ്. അവിടെ തിയോ വരുന്നതും കാത്ത് ഒലിവർ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. തിയോ കണ്ട പാടിനെ സന്തോഷം കൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മാത്രമല്ല അവനെയും കൂട്ടി വീട്ടിലേക്ക് പോകണം. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നടാ ഇത്രയും നാളും? നാട് തണ്ടി വന്നിരിക്കുന്നു, നിനക്ക് ഞാൻ തരടാ. എന്തായാലും ഇതുപോലെ എനർജിയുള്ള മുത്തശ്ശിയെ തന്നെയാണ് നമ്മുടെ തിയോക്ക് വേണ്ടത്. രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല. പിന്നീട് തിയോ തിരിച്ചു വന്നെങ്കിലും ഒലിവറിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്. അതായത് അമ്മ എഴുതി വെച്ച ആ ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളോ ഇതൊന്നും സത്യമല്ല, വെറും ഫേക്കാണ്. ടൈം ട്രാവല്, സമയത്തിലൂടെ സഞ്ചരിക്കുക, ഇതൊക്കെ വെറും നുണക്കഥകളാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് അവിടെ നിന്ന് മാറ്റാൻ നിൽക്കുമ്പോൾ തിയോ വന്നിട്ട് പറയണ, ഒലിവറെ ഒന്നും ചെയ്യരുത്, നമ്മുടെ അമ്മ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും സത്യടാ. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞത് എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. ഞാൻ സമയത്തിലൂടെ സഞ്ചരിച്ച് നിന്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ പോയിരുന്നടാ. നീ അവിടെ വലിയൊരു സയന്റിസ്റ്റ് ആണ്, വലിയൊരു ഫിസിക്സിന്റെ പ്രൊഫസറേറ്റ് ആണ് എന്ന് ഒലിവർ ഈ കാര്യം വിശ്വസിക്കോ? അതും തിയോ പറഞ്ഞാൽ എവിടെ ഒലിവർ വിശ്വസിക്കുന്നില്ല. അത് നന്നായിട്ട് തന്നെ തിയോയ്ക്ക് അറിയായിരുന്നു. അവന്റെ വായിന്ന് കള്ളല്ലാതെ വരില്ല, അതുകൊണ്ട് ആരും അവനെ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഒലിവർ വിശ്വസിക്കാനായിട്ട് ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2022 അന്ന് ഒലിവർ ഉപയോഗിച്ച ആ ഒരു സെൽഫോൺ ഉണ്ടല്ലോ, അത് എടുത്തുകൊണ്ടാണ് തിയോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഈ ഒരു എവിഡൻസ് കാണിച്ചപ്പോൾ ഒലിവറിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ അമ്മ കണ്ടുപിടിച്ച ആ ഒരു സയൻസ് അല്ലെങ്കിൽ ആ ഒരു പോർട്ടൽസ് എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണെന്ന് ഒലിവറിനും തിയോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഭാവിയിലോ അല്ലെങ്കിൽ ഭൂതകാലത്തിലോ യാതൊരു മാറ്റവും ഇല്ലാതെ രണ്ട് സഹോദരങ്ങളും ഒരുമിച്ച് വളരുകയാണ്. അങ്ങനെ ഇപ്പോൾ 2022 ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഒലിവർ ഉണ്ടല്ലോ, അവന്റെ കൂടെ തന്നെ വലുതായിട്ടുള്ള തിയോയുണ്ട്. രണ്ടുപേരും വീട്ടിലിരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കോണിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. ആരായിരിക്കും എന്ന് കരുതി ഒലിവർ തുറക്കാൻ നിൽക്കുമ്പോൾ തിയോ പറയാണ്, അത് വേറെ ആരുമല്ല, ആൾ ആരാണെന്ന് ഞാൻ പറയാം, അത് നിന്റെ എലീന തന്നെയാണ്. ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതായത് എലീന ഈ ടൈം ലൈനിലും ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എന്നാൽ ഇപ്പൊ ഡിവോഴ്സ്ഡ് ആണ്. പക്ഷെ ഇപ്പോഴും ഒലിവറിന് അവളോട് സംസാരിക്കാനുള്ള ധൈര്യം വന്നിട്ടില്ല. എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ തിയോ തന്നെ അവളോട് നേരിട്ട് പറഞ്ഞു. അവനോട് സംസാരിക്കാനായിട്ട് എലീന ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും തിയോ വഴി ഒലിവർ എലീന രണ്ടുപേരും ഒരുമിക്കുന്നുണ്ട്. പക്ഷേ സിനിമയുടെ അവസാനം മറ്റൊരു കാര്യം കാണിച്ചുകൊണ്ടാണ് നമ്മൾ അമ്പരിപ്പിക്കുന്നത്. അതായത് സയൻസോ ശാസ്ത്രോ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് പ്രീസ്റ്റുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ മുന്നിലേക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്ന് വീഴുകയാണ്. ആ സ്ത്രീയെ കണ്ടിട്ട് ഈ സയന്റിസ്റ്റുകൾ മുഴുവനായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ആരാണ് ആ ഒരു സ്ത്രീ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറ, നോക്കട്ടെ. കുറച്ച് കമന്റുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞോളാം അത് ആരാണെന്ന്. ഒരു കമന്റിലൂടെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും സയൻസിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ആ സമൂഹത്തിലേക്ക് ഫ്യൂച്ചറിൽ നിന്നും വന്ന ആ ലേഡി എന്തായാലും ഇവിടെ വെച്ച് ചില മാറ്റങ്ങൾ വരുത്താൻ പോവാണ്. അതായത് നമ്മുടെ മനുഷ്യരുടെ ഭാവി കാലം എന്ന് പറയുന്നത് ഒരുപാട് വലിയ അഡ്വാൻസ് ലെവലിലേക്ക് ഉയരാൻ പോവാണ്. ഇതുപോലെ ഈ പെണ്ണ് ഭൂതകാലത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം. അപ്പൊ അത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പോൾ ഞാൻ നിർത്തുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ആരാണ് ആ ഒരു പെണ്ണ്? അവളുടെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കഥയിൽ. അപ്പൊ നിങ്ങൾ പറ ആരാണെന്ന്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.